കേരളത്തിൽ നമ്മുടെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ എല്ലാവർക്കും തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ വലിയ വിശ്വാസമായിരുന്നു. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന ടീമാണ്. പത്മകുമാറിനെയും അതുപോലെ വാസുവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തത് പോലും ഗവൺമെൻറ്റിന് അതിനകത്ത് ഇടപെടാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇടപെടാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ ഈ പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ രക്ഷിച്ചെടുത്തേനെ എന്ന് പറയുന്ന ഒരു വാദമാണ് നേരത്തെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിലായതോടുകൂടി ഉടനെ തന്നെ ഈ അന്വേഷണം കൃത്യമല്ലെന്നും ഈ അന്വേഷണം വഴിതെറ്റുകയാണെന്നുമുള്ള ചില വാദങ്ങളൊക്കെ നമ്മൾ കേൾക്കാനിടയായി. അതിൽ തന്നെ ഈ സംഘപരിവാർ അനുകൂല ഹാൻഡിലുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ. അതിൽ രാഹുൽ ഈശ്വറാണ് പ്രധാനി. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മാവനാണല്ലോ അറസ്റ്റിലായത്. അതുകൊണ്ട് അദ്ദേഹം ന്യായീകരിക്കണം. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേവൻ്റെ അനുജ്ഞ, അതായത് അയ്യപ്പൻ്റെ അനുമതി മേടിക്കാതെയാണ് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത്, കട്ടളപ്പാളികളൊക്കെ കൊടുത്തുവിട്ടത് എന്ന് പറയുന്ന ഒരു ആചാര ലംഘനത്തിൻ്റെ പ്രശ്നം, ചെറിയൊരു തെറ്റ് മാത്രമേ തന്ത്രി ചെയ്തിട്ടുള്ളൂ. അത് ഇന്ത്യൻ പീനൽ കോഡ് വഴി ശിക്ഷിക്കാനൊന്നും കഴിയില്ല, ഭാരതീയ ന്യായ സംഹിത ഉൾപ്പെടുത്തിയും ശിക്ഷിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കില്ല എന്നുള്ളതാണ് അവരൊക്കെ തന്നെ പല ചാനൽ ചർച്ചകളിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ അഭിലാഷ് മോഹനായിട്ടും അതുപോലെ തന്നെ വിനു വി ജോണുമായിട്ടും ഒക്കെ ചർച്ച ചെയ്തു. അതിൽ വിനു വി ജോൺ ഇതൊക്കെ വായിച്ച് കേൾപ്പിച്ചു. പിന്നെ ചാനൽ ചർച്ചയിലെ ബാക്കിയുള്ള പാനലിസ്റ്റുകളൊക്കെ ഇത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ആരും ഇതിനെ കൃത്യമായി കൗണ്ടർ ചെയ്യുന്നതായിട്ട് കണ്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ കൗണ്ടർ ചെയ്യാൻ. ഒന്ന്, ഞാൻ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നിങ്ങളോട് പറയാം. അതിനുശേഷം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി കേൾക്കേണ്ടത് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിൻ്റെ നേരത്തെ ചീഫായിരുന്ന വി ഗോപാലകൃഷ്ണൻ IPS ഉണ്ട്. അദ്ദേഹം 2015 അവിടെ വിജിലൻസിൻ്റെ അന്വേഷണത്തിൻ്റെ ചീഫായിരുന്നു. IPSകാരനാണ് അദ്ദേഹം. ഈ ജനം TV-യുടെ, കൈരളിയുടെയോ അല്ലെങ്കിൽ റിപ്പോർട്ടറിൻ്റെയോ ഏഷ്യാനെറ്റിൻ്റെ ഒന്നും ചാനലിലല്ല കേട്ടോ, ജനം TV-യുടെ ചർച്ചയിലിരുന്ന് പറഞ്ഞ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കൂടി എൻ്റെ പ്രേക്ഷകർ കേൾക്കേണ്ടതാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ റിപ്പോർട്ട് വായിക്കാം, എന്നിട്ട് ഞാൻ ആ ബൈറ്റ് നിങ്ങളെ കേൾപ്പിക്കാം. അതിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് 11 പേജാണ് അതിലുള്ളത്. മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, ഞാൻ എൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. ഈ പറഞ്ഞ അനുജ്ഞ കൊടുക്കാതെയാണ് എന്നുള്ളതും ആചാരലംഘനം നടത്തി എന്നുള്ളതുമൊക്കെ ഇവർ തന്നെ സമ്മതിക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കേണ്ട. കാരണം ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇദ്ദേഹം ഈ കണ്ഠരര് രാജീവർ കൃത്യമായിട്ട് ഉഷപൂജ നടക്കുന്ന സമയത്തും അതുപോലെ മറ്റു പൂജകൾ നടക്കുന്ന സമയത്തുമൊക്കെ ഈ കട്ടളപ്പാളികൾ അഴിച്ചെടുക്കുന്ന സമയത്തുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ പറയുന്ന പോലെ കണ്ണടച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനി അടുത്തത്, ഇത് മാത്രമല്ല കാര്യമുള്ളത്. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ പ്രതികൾ 120B IPC പ്രകാരമുള്ള കുറ്റകരമായ ഗൂഢാലോചന നടത്തിയതായി വെളിവായിട്ടുള്ളതിനാൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. ബാക്കി ഞാൻ വായിക്കണ്ട, കാരണം അത് ഈ പറയുന്ന പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റും ഒക്കെയാണ്. അപ്പോൾ ഈ 120B, അതായത് ഈ പ്രതികളൊക്കെ തമ്മിൽ തന്നെ ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിൻ്റെ വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് ഞങ്ങൾ അന്വേഷണം നടത്തി വരികയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് കൃത്യമായിട്ട് 4ാമത്തെ പോയിന്റിൽ. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് 12ാമത്തെ പോയിൻ്റാണ്. അതിൽ മേൽ പ്രതിപാദിച്ച വസ്തുതകളിൽ നിന്നും ശ്രീകോവിൽ വാതിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡല പാളികളും ശബരിമല സന്നിധാനത്തു നിന്നും കൊണ്ടുപോയിട്ടുള്ളതായി ശബരിമല തന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നുവെന്ന് നിസ്സംശയം വെളിവായിട്ടുള്ളതാണ്. അതായത് ഒരു സംശയമില്ല, അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തൊരു പോയിൻ്റ് കൂടി നിങ്ങൾ കേൾക്കണം. 13ാം പ്രതി തന്ത്രി കണ്ഠരര് രാജീവർ തന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മേൽശാന്തി ചുമതല വഹിച്ചിരുന്നതിലൂടെയും 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി 13ാം പ്രതി രാജീവ് കണ്ഠരര് തന്ത്രിസ്ഥാനം വഹിക്കുന്ന ശബരിമല ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി 2004 മുതൽ 2008 വരെയുള്ള കാലങ്ങളിൽ ജോലി ചെയ്തു വന്നതിലൂടെയും 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും 13ാം പ്രതി തന്ത്രി കണ്ഠരര് രാജീവരും തമ്മിൽ അടുത്ത ബന്ധം കൈവരിച്ച് കാലങ്ങളായി ഇരുവരും ബന്ധം കാത്തു സൂക്ഷിച്ചു വരുന്നതായി അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളതാണ്. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തതിൽ കൊടുത്തേക്കുന്നത് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ മാനുവലാണ്. അതായത് ഈ വിലപിടിപ്പുള്ള വസ്തുക്കൾ, അറ്റകുറ്റപ്പണികൾ ദേവസ്വത്തിൽ വെച്ച് തന്നെ ചെയ്യണമെന്നും ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നും വ്യക്തമായി പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മാനുവലിലെ കാര്യങ്ങൾ ഉദ്ധരിച്ചേക്കാണ്. 1998 UB ഗ്രൂപ്പ് ആ സന്നിധാനത്ത് വെച്ച് തന്നെയാണ് ശബരിമല ശ്രീകോവിൽ സ്വർണ്ണ പതിക്കുന്ന പണികൾ ചെയ്തതെന്നും തന്ത്രിസ്ഥാനം വഹിക്കുന്ന 13ാം പ്രതി തന്ത്രി കണ്ഠരര് രാജീവർക്ക് വ്യക്തമായ അറിവുള്ളതാണ്. എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ഒന്നാലോചിക്കണം, UB ഗ്രൂപ്പിൻ്റെ വിജയമല്ല 98-ൽ ഇതെല്ലാ പണികളും ചെയ്തത് സന്നിധാനത്ത് വെച്ച് തന്നെയാണ്. ഇതെങ്ങും കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതും രാജീവിന് കൃത്യമായി അറിയാവുന്നതാണ്. കണ്ഠരര് രാജീവർക്ക്, പക്ഷേ അദ്ദേഹം തടയാൻ വേണ്ടി ശ്രമിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം മാനുവലിലെ വോളിയം 2 ചാപ്റ്റർ 14 ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി ഉദ്ധരിക്കേണ്ടത്. അത് മുഴുവൻ ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല. അതുകൂടാതെ 16-ാമത്തെ പോയിന്റിൽ പറയുന്നത്, മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ കട്ടിളപ്പാളികളും അനുബന്ധ പ്രഭാമണ്ഡല പാളികളും 18/5/2019 തീയതി ഇളക്കിയെടുത്ത് തൂക്കം നോക്കിയതിലേക്ക് തിരുവാഭരണം കമ്മീഷണറായിരുന്ന 4-ാം പ്രതി KS ബൈജു 18/5/2019 തീയതി ദേവസ്വം മഹസർ തയ്യാറാക്കിയ സമയം തന്ത്രിസ്ഥാനം വഹിച്ചിരുന്ന 13-ാം പ്രതി രാജീവ് കണ്ഠരര് കട്ടിളപ്പാളികളും അനുബന്ധ പ്രഭാമണ്ഡല പാളികളും ആചാരലംഘനം നടത്തി ശബരിമലയിൽ നിന്നും കൊണ്ടുപോകുന്നതിന് ഒത്താശ ചെയ്ത് ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ടെന്ന് വെളിവായിട്ടുള്ളതാണ്. എങ്ങനെയുണ്ട്? അതായത് KS ബൈജു ഇതെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം നടത്തുമ്പോൾ അദ്ദേഹം കൃത്യമായി ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ട് എന്ന് വെളിവായിട്ടുള്ളതാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. പക്ഷേ ഈ ഗൂഢാലോചനയൊന്നും ഇല്ല, ആകെ ഒരു ആചാരലംഘനം നടത്തി ചെറുതായിട്ട് എന്നുള്ളത് മാത്രമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആചാരലംഘനം എന്ന് പറയുന്ന വലിയ പ്രശ്നമായിരുന്നു, ഇപ്പോൾ അത് ചെറിയ പ്രശ്നമായിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത്. ഇനി അടുത്തത് ഈ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഇതിൽ ഒരുപാടുണ്ട്, 25-26 പോയിന്റുകളുണ്ട്. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതിൽ അടുത്ത പോയിൻ്റായി ഇവർ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഈ കേസിലെ 13-ാം പ്രതിയായ രാജീവ് തന്ത്രി കണ്ഠരര് രാജീവിനെ ജാമ്യം നൽകി സ്വതന്ത്രനാക്കി വിട്ടയച്ചാൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ശബരിമല ക്ഷേത്രത്തിലെ താന്ത്രിക അവകാശം പരമ്പരാഗതവും വംശാവലിപരവുമായ കാരാണ്മയായി ലഭിച്ചിട്ടുള്ള ചെങ്ങന്നൂർ മുണ്ടൻകാവ് താഴ്മൺ മഠത്തിലെ അംഗമെന്ന നിലയിലും ഭക്തജനങ്ങളുടെ ഇടയിലും സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയിലും സ്വായത്തമായ ആത്മീയ പരിവേഷവും സ്വാധീനവും ഉപയോഗിച്ച് 13-ാം പ്രതിയായ രാജീവ് തന്ത്രി കണ്ഠരര് രാജീവിന് ദേവസ്വം ബോർഡ് ജീവനക്കാർക്കിടയിലും പൊതുസമൂഹത്തിലും ശക്തമായ സ്വാധീനം ചെലുത്തി ഈ കേസിൽ കണ്ടെടുക്കാനുള്ള തെളിവ് രേഖകൾ നശിപ്പിച്ചും പ്രതിക്ക് അനുകൂലമായി മൊഴി നൽകാൻ ദേവസ്വം ബോർഡ് ജീവനക്കാരെയും മറ്റ് സാക്ഷികളെയും പ്രേരിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൻ്റെ തുടർന്നുള്ള സുഗമമായ അന്വേഷണം തടസ്സപ്പെടുത്താനും വഴി തിരിച്ചുവിടാനും സാധ്യതയുള്ളതിനാലും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും എന്ത് ചെയ്യരുത്, ജാമ്യം കൊടുക്കരുത് എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞേക്കണത്. എങ്ങനെയുണ്ട്? റിമാൻഡ് റിപ്പോർട്ടിൽ യാതൊന്നുമില്ല അല്ലേ? ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇത് മുഴുവൻ ഞാൻ വായിക്കാഞ്ഞിട്ടാണ്. ഈ മുഴുവൻ കാര്യത്തിലും ഇതെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇയാളൊരു ആത്മീയ പരിവേഷം സൃഷ്ടിക്കുകയാണെന്ന്. കേരളത്തിലെ ഹിന്ദുക്കളൊക്കെ മനസ്സിലാക്കണം, നമുക്ക് ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇതുപോലൊരു ഇടനിലക്കാരൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവരാണ് വെറുതെ പറഞ്ഞു വരുത്തിയത് അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയരാണെന്ന്. അങ്ങനെ ഒരു പിതൃസ്ഥാനമൊന്നും ആവശ്യമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് നേരിട്ട് ദൈവത്തെ എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, വിളിക്കാവുന്നതേ ഉള്ളൂ, ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് ഇടനില നിൽക്കുന്നവരൊക്കെ ഇതുപോലെയുള്ള തട്ടിപ്പും തരികിടയൊക്കെ കാണിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ള ഒരു സംശയമില്ല. ഇനി മറ്റൊരു ശില്പി മഹേഷ് പണിക്കർ എന്ന് പറയുന്ന ഒരു ശില്പിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം സ്മൃതി പരുത്തിക്കാടിൻ്റെ ചർച്ചയിൽ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാടിൽ പങ്കെടുത്തപ്പോൾ ഞാൻ വ്യക്തവും കൃത്യവുമായിട്ട് കേട്ടൊരു കാര്യം, അതിൻ്റെ ബൈറ്റ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, അത് കേട്ടൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം എന്തുകൊണ്ടാണ് ഏറ്റവും ആദ്യം മുതൽ തന്നെ നിങ്ങൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന തന്ത്രി കണ്ഠരര് രാജീവിനെ സംശയിച്ചത്, അല്ലെങ്കിൽ നിങ്ങളാണ് ആദ്യം മുതൽ പറഞ്ഞു തുടങ്ങിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഇദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ്. അത് ഞാൻ പല പണികളെടുത്തപ്പോഴും എനിക്കും ചില അനുഭവങ്ങളുണ്ടായി എന്ന് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ പണികളിൽ പോലും കമ്മീഷൻ ചോദിക്കുന്ന ആക്രാന്തം കാണിച്ചുകൊണ്ട് ഇതിൽ പോലും ഈ പറഞ്ഞ പോലെ കമ്മീഷൻ പറ്റാനുള്ള വ്യഗ്രത ഇദ്ദേഹം കാണിച്ചു എന്നുള്ളത് അദ്ദേഹം ഇൻഡയറക്റ്റായി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇനി ഇതും കൂടി കേട്ടുകൊണ്ട് വേണം നിങ്ങൾ ഇനി അടുത്തൊരു വാചകം കൂടി കേൾക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനം TV-യിൽ നമ്മുടെ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ചീഫായിരുന്ന ആ വി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന IPS-കാരൻ പറയുന്ന വാക്കുകൾ കൂടി കേട്ടാൽ നിങ്ങൾക്കിത് കൃത്യമാകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന കുടുംബത്തിൻ്റെ ഈ പറയുന്ന രാഹുൽ ഈശ്വറിൻ്റെയും അതുപോലെ ഈ തന്ത്രി കുടുംബത്തിൻ്റെയും ഒക്കെ സാധാരണ എല്ലാ അമ്പലങ്ങളിലും തന്ത്രി എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും വന്നിട്ട് പോകുന്ന ഒരാളാണ്. പക്ഷേ ഇദ്ദേഹം യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും തന്നെ അവിടെ ഉണ്ടാകുന്ന ഒരാളാണ്. അതിലൊന്നും നമുക്ക് തെറ്റില്ല. പക്ഷേ ഈ പറയുന്ന താഴ്മൺ കുടുംബത്തിന് ഇതിൻ്റെ ഒരു അവകാശം, അതും പരമ്പരയായി കൊടുക്കുന്നത് ഒരു ക്വാളിറ്റിയും ഇല്ലാതെ, ഒരു ക്വാളിറ്റി ടെസ്റ്റ് നടത്താതെ അച്ഛൻ മകൻ ഈ പറയുന്ന പോലെ വീണ്ടും മകൻ്റെ മകൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് വളരെ തെറ്റായ ഒരു രീതിയാണ്. അതൊന്നും അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം ഇവിടുത്തെ സമൂഹത്തിനില്ല എന്നുള്ളത് കൃത്യമായി പറയാൻ ഏതൊരു മനുഷ്യനാണെങ്കിലും ഒരു സമൂഹത്തിനില്ല, 21-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ചുമില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കാണാമല്ലോ.
ഞാൻ കാണുന്നത് 2015 തൊട്ട് ഞാൻ അവിടെയാണ്. കോൺഗ്രസ്, CPM ഇതിനകത്തൊന്നും ഒരു പാർട്ടിയില്ല. അയ്യപ്പൻ്റെ മുതൽ, അയ്യപ്പൻ്റെ എല്ലാ ക്ഷേത്രങ്ങളുടെ മേജർ ക്ഷേത്രങ്ങളുടെ മുതൽ അവർ കക്കും. അതിനകത്ത് അവർ CIT എന്നോ INDS എന്നോ അങ്ങനെ. നിങ്ങൾ ആദ്യം ഇദ്ദേഹം പറഞ്ഞു കേൾക്കണോട്ടെ, ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിൻ്റെ ചീഫായിരുന്ന ഒരാളാണ്. ഈ അമ്പലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിൻ്റെ മുതലൊക്കെ ആളുകൾ കക്കും. അതിന് CIT എന്നോ INTUC എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിന്നോ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം തന്ത്രിയെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയുണ്ട്. ഇങ്ങനെ ഓരോ പേരൊക്കെ അവർ പറയും. അപ്പോൾ കടകംപള്ളിനകത്തുണ്ടോ ഇല്ലെന്ന് അതൊന്നും എനിക്ക് അറിഞ്ഞിട്ടാ. പിന്നെ ഈ തന്ത്രി എൻ്റെ റഡാറിൽ പെട്ടതാണ് 2015-16. പക്ഷെ അദ്ദേഹത്തെ പറ്റി വലിയ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് ഇല്ല. പക്ഷേ ഞാൻ അവിടെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു. നമ്മൾ സാങ്ക്ടോറത്തിൽ പോയി അയ്യപ്പനെ ഇങ്ങനെ തൊഴുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലാണ് ഈ തന്ത്രി ഇരിക്കുന്നത്. അവിടെ തന്നെയാണ് കുളിയും ഉറക്കവും എല്ലാം എപ്പോഴും അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു മുറിയിലാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മേൽശാന്തി ഒരു പ്രധാന ശിഷ്യനാണ്. അതെപ്പോഴും അങ്ങനെയാണ്. അപ്പം എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ കൂട്ടുകച്ചവടം ഉണ്ടെന്ന്. അങ്ങനെ സംശയിക്കാൻ ഞാൻ തന്ത്രിയും മേൽശാന്തിയും തമ്മിൽ കൂട്ടുകച്ചവടം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ദേവസ്വം ബോർഡിൻ്റെ V. ഗോപാലകൃഷ്ണൻ IPS സംശയമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം ഒരു ഇൻസിഡൻറ്റ് കൂടി പറയുന്നുണ്ട്, അതും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം. പോലീസുകാരുടെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ ഒരുപാട് ആൻറ്റി കറപ്ഷൻ ഏജൻസീസിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ അവിടെ ശബരിമല വരുന്നത്. ഒരുപാട് 4 ആൻറ്റി കറപ്ഷൻ ഏജൻസീസിൽ ജോലി ചെയ്തിട്ടാണ്, CBI അടക്കം. അതുകൊണ്ട് എനിക്ക് സംശയമായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മേൽശാന്തി അങ്ങനെ 25 ലക്ഷം കൊടുത്താണ് വരുന്നത്. ബോർഡിന് 25 ലക്ഷം രൂപ കൊടുത്താണ് വരുന്നത് അന്നത്തെ കാലത്ത്. ഇയാൾ അവിടെ ഒരു മുറിയിൽ ഈ ചെട്ടിയാന്മാരെയും തെലുങ്കമ്മ ഈ മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം 25 ലക്ഷം രൂപ അങ്ങോട്ട് കെട്ടിവെക്കണം ബോർഡിൽ. അതൊരു കാര്യം. രണ്ടാമത്തത് മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കണ്ടീഷൻ എന്താണെന്നറിയോ? 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ എന്തായിരിക്കണം? ബ്രാഹ്മണരായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഏത് മനുഷ്യനായിരിക്കണമെന്നല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രാഹ്മണരായിരിക്കണമെന്നാണ്. അവരൊക്കെ ഭയങ്കര വിശ്വാസികളാണ് എന്ന് വിചാരിക്കുമ്പോൾ ഇനി ബാക്കിയുള്ളത് കൂടി ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ കേൾക്ക്. തെലുങ്കന്മാര്, തമിഴന്മാർ ഭയങ്കര പൈസക്കാർ, അവരെയൊക്കെ വിളിച്ച് അവിടെ തറയിലിരുത്തി ചമ്പളം മുട്ടി ഇരുന്നിട്ട് ഈ 1 രൂപ കോയിൻ നെറ്റിൽ ഒട്ടിച്ചു കൊടുത്താണ് ഇവർ ആ ബാഗിൽ നിന്ന് എനിക്കൊന്ന് ഒരു കെട്ടെടുത്ത്, എനിക്കൊന്ന് 10 ലക്ഷം എത്രയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു കെട്ടെടുത്ത് 2500 നോട്ട് കെട്ടെടുത്ത് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാനിത് അറിഞ്ഞപ്പോൾ എനിക്കവിടെ നേരിട്ട് ഞാൻ ചെല്ലണമെന്ന് ചോദിച്ചിട്ട് ഞാൻ SI പ്രശാന്ത്, അദ്ദേഹം ഇപ്പോൾ CA ആണ്, പ്രശാന്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, പ്രശാന്ത് നിങ്ങളൊരു കാര്യം ചെയ്യും, തന്ത്രിയുടെ അല്ല മേൽശാന്തിയുടെ മുറിയിൽ പോയിട്ട് മൊബൈൽ ഫോണിൽ എന്നെ വിളിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ ചെന്നു. അപ്പം മേൽശാന്തിന് മുമ്പ് വെച്ച് പ്രശാന്ത് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ് തിരുമേനിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തു. ഞാൻ പറഞ്ഞു, തിരുമേനി നിങ്ങളവിടെ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ്. ദേവസ്വം ബോർഡിന് എഗൻസ്റ്റായിട്ടും അയ്യപ്പനെതിരായിട്ടുമാണ് ചെയ്യുന്നത്. അത് ദേവസ്വം ബോർഡിൻ്റെ കാണിക്കയായിട്ട് വരേണ്ട, അയ്യപ്പന് വരേണ്ട കാശാണ്. അത് നിങ്ങൾ 1 രൂപ കോയിൻ ഇങ്ങനെ നെറ്റിയിൽ ഒട്ടിച്ച് പ്രൈവറ്റായിട്ട് നിങ്ങൾ ഈ പൈസ വാങ്ങിക്കുന്നത്, തിരുമേനി അത് നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് ഞാൻ വൈകുന്നേരത്തിന് മുമ്പ് FIR എടുപ്പിക്കും, ഞാനിത് ഹൈക്കോടതിക്ക് റിപ്പോർട്ടും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞ് അയാൾ നിർത്തി. അത് കഴിഞ്ഞിട്ട് അയാൾ എനിക്കതിനോട് ഒരുപാട് അലിഗേഷൻ പറഞ്ഞ് അത് പോട്ടെ. അപ്പം ഈ തന്ത്രി ഇങ്ങേർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ചെല്ലുന്നത് തന്ത്രിയുടെ മുറിയിലാണ്. തന്ത്രിയെ എൻ്റെ ബെസ്റ്റ് സുഹൃത്ത് രാധാകൃഷ്ണൻജി, അദ്ദേഹം ദേവസ്വം ബോർഡിൽ ഒരുപാട് വിപ്ലവം പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ. അതായത് ഈ V. ഗോപാലകൃഷ്ണൻ അവിടെ ദേവസ്വം ബോർഡ് വിജിലൻസിൻ്റെ ചീഫായിരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് ഈ പറയുന്ന മേൽശാന്തിയുടെ മുറിയിൽ തന്ത്രിയും മേൽശാന്തിയും കൂടി മറ്റേ വലിയ ഭക്തർ, ചെട്ടിയാർമാർ, അതുപോലെ തമിഴ്, ആന്ധ്ര എന്നൊക്കെ വരുന്ന വലിയ ഭക്തരെ കൂട്ടിയിരുത്തിയിട്ട് അവരുടെയൊക്കെ നെറ്റിയിൽ 1 രൂപ കോയിൻ ഒട്ടിച്ചു കൊടുത്തിട്ട് അവരോട് ദക്ഷിണ നേരെ മേടിക്കുകയാണ് കൈക്കൂലിയായിട്ട്. അപ്പോൾ അവർ ലക്ഷങ്ങളാണ്, 10 ലക്ഷം രൂപയൊക്കെയാണ് ഒരു കെട്ടുകളാണ് ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നത്. അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ ഇവരങ്ങനെ കാണുള്ളൂ. അങ്ങനെ സമ്പന്നരായിട്ടുള്ള ആളുകളെ കണ്ട് അവർ ലക്ഷങ്ങൾ മേടിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞ വാചകം നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, ഇത് ദേവന്, അതായത് അയ്യപ്പന് കാണിക്കായി വരേണ്ട കാശാണ്. അത് നിങ്ങളിതുപോലെ പ്രൈവറ്റായി മേടിക്കുന്നത് തെറ്റാണ്. നിങ്ങളത് നിർത്തിയില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങൾക്കെതിരെ FIR ഇടും, ഞാനത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പുള്ളി അപ്പം തന്നെ നിർത്തി. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള വളരെ വിശ്വാസമുള്ള, പണത്തോടൊന്നും അത്യാർത്ഥിയില്ലാത്ത
പാവം പിടിച്ച ഈ കട്ടിളപ്പാളികളൊന്നും കൊണ്ടുപോയത് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പാവ മനുഷ്യനാണ് കണ്ഠര് രാജീവർ എന്നുള്ളത് ഞങ്ങളെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളത് എപ്പോഴെങ്കിലും രാഹുൽ ഈശ്വർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയേക്കും.